സോ ഫൈനലി നമ്മൾ സാംസങ് M47 കൊണ്ടുവരികയാണ്. ഈ ഒരു ഫോണിൻ്റെ ചെറിയൊരു റിവ്യൂ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അൺബോക്സിംഗ് ഒന്നും ഞാൻ വെക്കുന്നില്ല. അതിനൊരു റീസൺ എന്ന് വെച്ചാൽ ചാർജർ ഇല്ല. അപ്പോൾ ചാർജർ ഇല്ലാത്ത ഫോൺ അൺബോക്സ് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഈ ചാനലിൽ ഞാൻ തുടരുന്നില്ല. മുമ്പുണ്ടായിരുന്നു, അത് ഞാൻ നിർത്തുക. അപ്പം ചാർജർ ഇല്ല, നിങ്ങൾക്കൊരു കേബിളും കിട്ടും, ഓഫ് കോഴ്സ് ഡോക്യുമെൻറ്റേഷനും കിട്ടും, കവർ പോലും ഇല്ല. സോ ബേസിക്കലി ഞാൻ അൺബോക്സിങ് ബഹിഷ്കരിച്ചിരിക്കുന്നു. കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം, അവരോട് എനിക്കൊന്നും പറയാനില്ല. ബ്രാൻഡ് തന്നേ പറ്റുള്ളൂ, ഈ ഒരു സാഹചര്യത്തിൽ തരണം, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ. എനിവേ, ഈ ഫോണിൻ്റെ കഥ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ, എന്നാൽ മാത്രമേ ഇങ്ങനത്തെ ഫോൺസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇന്ത്യൻ റീറ്റെയിൽ യൂണിറ്റ് ആണ്, ഒരു റിവ്യൂ യൂണിറ്റും അല്ല, ഒരു ബ്രാൻഡും അയച്ചു തരുന്നതല്ല. നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചിട്ട് റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് റിവ്യൂ തരുന്ന ഫോണുകളാണ്. ഇതിനുശേഷം ഓഫ് കോഴ്സ് ഇത് സെയിൽ ചെയ്യും. വേറെ ഒന്നും പറയാനില്ല, നേരെ റിവ്യൂയിലേക്ക് പോകാം. സോ ഫസ്റ്റ് തന്നെ ഈ ഒരു ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ. ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ ആണ്. കാരണം ഈ ഫോൺ ബാക്കും ഗ്ലാസ് ആണ്, ഫ്രണ്ടും ഗ്ലാസ് ആണ്. അതെ, ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും. സോ അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് ഫ്രണ്ടിലും ബാക്കിലും ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു സംവിധാനം, അതായത് ഏറ്റവും ഹൈലൈറ്റ് ഫീച്ചർ ഇതാണ്. പിന്നെയുള്ളത്, ഈ ഫോൺ ഡ്രോപ്പ് റെസിസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത്, അത് 2 mm വരെ ഡ്രോപ്പ് റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ആ ഒരു കയ്യിൽ ഒതുങ്ങുന്ന വെച്ചാൽ ഒരു പ്രീമിയം ഫീലുണ്ട്. നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഹോൾഡ് ചെയ്യുന്നൊരു ഫീലുണ്ട്. പ്ലാസ്റ്റിക് ഫ്രെയിമാണ്, പക്ഷെ ഒരു പ്രീമിയം ഫോൺ ഹോൾഡ് ചെയ്യുന്നൊരു ഫീലുണ്ട്. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഫൈനാണ്. 200 gram ആണ് വെയിറ്റ്. ലൈക്ക് 7.8 mm തിക്നെസ് ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോണിന്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് വോളിയം റോക്കേഴ്സ്, പവർ ബട്ടൺ ഉണ്ട്. താഴെ Type-C പോർട്ടാണ്, പിന്നെ സ്പീക്കർ ഗ്രില്ലുണ്ട്. ലെഫ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിം സ്ലോട്ട് ആണ്, മേളിൽ നോയിസ് ക്യാൻസലേഷൻ വഴി. സോ വേറെ അങ്ങനെ ഒന്നും പറയാനില്ല. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിന്റെ ഫിംഗർ പ്രിന്റും ഫേസ് അൺലോക്കും ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ഫേസ് അൺലോക്ക് കുഴപ്പമില്ല. നീ ഫിംഗർ പ്രിന്റ് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണ് കേട്ടോ. സാംസങ്ങിന് പണ്ടേ ദാരിദ്ര്യമാണ് ഈ കാര്യത്തിൽ, അതുകൊണ്ട് പിന്നെ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഫൈൻ, നോട്ട് ദ ഫാസ്റ്റസ്റ്റ്. ഫേസ് ആണെങ്കിലും ഫിംഗർ പ്രിന്റ് ആണെങ്കിലും നോട്ട് ദ ഫാസ്റ്റസ്റ്റ്. ബട്ട് ഇൻ ഡിസ്പ്ലേ ഒക്കെ തരായിരുന്നു കേട്ടോ. കുറേ കാര്യം ചവിട്ടുന്നുണ്ട്, ഇൻ ഡിസ്പ്ലേയിലും തരേണ്ടതാണ്. ബാക്കി ബ്രാൻഡൊക്കെ അറ്റ്ലീസ്റ്റ് ഒക്കെ തരാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലും തരാത്ത ബ്രാൻഡും ഉണ്ട് കേട്ടോ. എനിവേ, ഫിംഗർ പ്രിന്റ് ഫേസ് അൺലോക്ക് ഫൈൻ. അടുത്ത നമുക്ക് ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കാം. ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്ന 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞാൽ ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് ആണ്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇസ് പ്രിറ്റി ഫൈൻ. ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ്, ബട്ട് ചെറിയൊരു ചിഹ്നമുണ്ട് ഇവിടെ, ബട്ട് വലിയ കുഴപ്പമില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഡിസ്പ്ലേയിൽ വലിയ രീതിയിലുള്ള കോംപ്രമൈസ് ഒന്നും വരുത്തിയിട്ടില്ല. ഡിസ്പ്ലേ കാണുമ്പോൾ നിങ്ങൾക്കൊരു രസം തോന്നും. ഒരു നോർമൽ യൂസറാണ് നിങ്ങൾക്ക് വലിയ നെഗറ്റീവ് ഒന്നും തോന്നത്തില്ല. സോ ഡിസ്പ്ലേ സൂപ്പർ ഫൈൻ. ഈവൻ ബ്ലാക്സും ഡിസ്പ്ലേ ക്വാളിറ്റി ഈസ് ഗുഡ്. പഞ്ചർ കളേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഇനിയിപ്പം ബ്രൈറ്റ്നസ് തീരെ കുറച്ചിട്ടാലും അത്യാവശ്യം കണ്ണിനും വലിയ പ്രശ്നമൊന്നുമില്ല. അത് ബ്രൈറ്റ്നസ് അത്യാവശ്യം കുറച്ചിടാം. ഡിമ്മിങ് ഒക്കെ ഉണ്ടായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. 120 ഓടിക്കുന്നത്. അഡാപ്റ്റീവ് ആണ്, പക്ഷേ 120 നമ്മൾ ഓടിക്കുന്നത്. ഇറ്റ്സ് ഫൈൻ. ചിപ്സെറ്റിൻ്റെതായ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ബട്ട് ഓവറോൾ ഡിസ്പ്ലേയുടെ ഒക്കെ കാര്യത്തിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം ബിൽഡും ഡിസ്പ്ലേയും എനിക്ക് പേഴ്സണലി പ്രശ്നമൊന്നും തോന്നുന്നില്ല. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസിനെ പറ്റി സംസാരിക്കാം. ഹോഴ്സ് പവർ. ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്ന ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 6 Gen 3 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. 6 Gen 3 പറ്റി പറയുകയാണെങ്കിൽ 6 Gen 3 ഭയങ്കര പഴയ ചിപ്സെറ്റാണ്. അതെ, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം എന്ന് ഇറങ്ങിയ ചിപ്സെറ്റാണ്. കഴിഞ്ഞ വർഷം നമുക്ക് 6 Gen 4 അണ്ടർ 20,000 ഫോൺസിൽ ഉണ്ടായിരുന്നു. ലൈക്ക് 2 ഫോൺസ് 6 Gen 4 ഉള്ള. ഇതിനേൽ സുപ്പീരിയർ ചിപ്സെറ്റ് ആണ്, കിഡിലൻ ചിപ്സെറ്റ് ആയിരുന്നു. ബട്ട് ഇവർ 6 Gen 3 ആണ് എടുത്തേക്കുന്നത്. 6 Gen 4 നത്തിങ് ഫോൺ ഫോർ ബീലുണ്ട് കേട്ടോ, 32,000 രൂപയ്ക്ക് കിട്ടും. 6 Gen 3 പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി 7300 ഡിമെൻസിറ്റി 7300 ആ ഒരു സംഭവത്തിലേക്ക് കുറച്ച് ആ റേഞ്ചും കുറച്ച് സ്ലൈറ്റ്ലി ബെറ്റർ എന്നൊക്കെ വേണം പറയാം. കോറിന്റെ കണക്ക് അനുസരിച്ച് വലിയ രീതിയിലൊന്നും പറയാനില്ല. ഏറെക്കുറെ ഒരു എല്ലാം ഒരു മാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ചിപ്സെറ്റ് ആണ്. AnTuTu സ്കോർ നോക്കി കഴിഞ്ഞാൽ 8,5685 AnTuTu സ്കോർ. ഗീഗ്വൻ സ്കോർ നോക്കി കഴിഞ്ഞാൽ 998 സിംഗിൾ കോർ സ്കോർ. 3041 ആണ് മൾട്ടി കോർ സ്കോർ. CPU ത്രോട്ടിലിംഗ് ടെസ്റ്റ് ഞാൻ 50 മിനിറ്റ്സ് ചെയ്ത് നോക്കി, എനിക്ക് 78% കിട്ടി. ആൻഡ് 30 മിനിറ്റ്സ് ചെയ്ത് നോക്കിയപ്പോൾ 76% കിട്ടി. ഇനി ഒരു നോർമൽ യൂസറിനെ സംബന്ധിച്ചിടത്തോളം, നോർമൽ യൂസറിന് ഇതൊരു ഫൈൻ പെർഫോമൻസ്, ഓക്കെ പെർഫോമൻസ് ആയിരിക്കും. ലൈക്ക് സോഷ്യൽ മീഡിയ സ്ക്രോളിങ്, ചെറിയ ടാസ്കുകൾ, പെർഫോമൻസ് റിലേറ്റഡ് ചെറിയ ടാസ്കുകളൊന്നും കുഴപ്പമില്ല. ലാഗ് ഉണ്ടോയെന്ന് വെച്ചാൽ ചില സമയത്ത് ഫ്രെയിം ഡ്രോപ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചിപ്സെറ്റിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്, ഇവരുടെ ഒപ്റ്റിമൈസേഷൻ്റെ കുറവുണ്ട്. കുഴപ്പമില്ല കേട്ടോ, അത്ര ഇങ്ങനെ കൂടുതലായിട്ടല്ല, പക്ഷേ ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ ഉണ്ട്. അതൊരു 26,000 ഫോണിൽ നിന്ന് അത് എക്സ്പെക്റ്റഡ് അല്ല. പിന്നെ ഈ സാഹചര്യം ഇതൊക്കെ പറഞ്ഞ്
അതേ പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ എടുത്ത് വേറൊന്നും പറയാൻ എനിക്ക് കിട്ടുന്നില്ല. ബട്ട് നോർമൽ യൂസറിന് നിങ്ങൾക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല. വളരെ റെയറായിട്ട് ചെറിയ ജിറ്റേഴ്സും ലാഗ്സ് ഒക്കെ ഫേസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ലാഗ്സ് അല്ല, ജിറ്റർ വളരെ റെയറായിട്ടൊരു ചെറിയൊരു സ്റ്റട്ടറിങ് ഒക്കെ കാണാം, അത്രേ ഉള്ളൂ. പിന്നെ പെർഫോമൻസ് റിലേറ്റഡ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഗെയിമിംഗ് ആണെങ്കിലും അങ്ങനെ ഹെവി ഗെയിമിംഗ് കാണാൻ പറ്റില്ല, വളരെ മീഡിയം കാഷ്വൽ ഗെയിമിംഗ്. BGMI ഒക്കെ വളരെ കാഷ്വൽ ഗെയിം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പെർഫോമൻസ് റിലേറ്റഡ് ഫോണല്ല, ആൻഡ് ഗെയിമിങ്ങിന് ഇത് പ്രിഫേർഡും അല്ല. ആൻഡ് സ്ലൈറ്റ് ഒന്ന് വാം ആവുന്നുണ്ട്, അത്യാവശ്യം ഒന്ന് വാം ആവുന്ന ഒരു സെറ്റപ്പാണ്, പ്രത്യേകിച്ച് ഗ്ലാസ് പാക്കിങ് കൂടാണ്. അതല്ല എന്നാലും സാംസങ് ആണല്ലോ പക്ഷെ കുറച്ച് വാം ആവുന്നുണ്ട് ഡിവൈസ്. സോ പെർഫോമൻസ് ഇങ്ങനെയൊക്കെയാണ്. പെർഫോമൻസിൽ എനിക്കൊരു ഒരു എബോ ആവറേജ് ഡീസൻറ്റ് ലെവൽ എന്നേ പറയാനുള്ളൂ. ഇറ്റ്സ് നോട്ട് ഈവൻ ഗുഡ്. അപ്പോൾ ഒരു ഡീസൻറ്റ് ലെവൽ പെർഫോമൻസ്, അതായത് ഒരു നോർമൽ യൂസർ ഇറ്റ്സ് ഗുഡ്, പക്ഷെ ആ ഒരു പ്രൈസ് പോയിന്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഡീസൻറ്റ്, അത്രേ പറയാനുള്ളൂ. സോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ സ്കെയിൽ എന്നുള്ളത്. അതായത് ബാഡ് ഉണ്ട്, പിന്നെ ഒരു ആവറേജ് ഉണ്ട്, എബോ ആവറേജ് ഉണ്ട്, ഡീസൻ്റ് ഉണ്ട്, ഗുഡ് ഉണ്ട്, വെരി ഗുഡ് ഉണ്ട്, എക്സലൻറ്റ്. സോ ഇതിൽ നമ്മൾ വെച്ചേക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ എബോ ആവറേജിൻ്റെയും അപ്പുറത്തുള്ള ഡീസൻ്റാണ്. എബോ ആവറേജിനേയും ബെറ്റർ, ഓക്കെ ഡീസൻറ്റ് എന്ന് പറയാം. ഗുഡിന് താഴെ എബോ ആവറേജിന് മേലെ ആ ഒരു കാറ്റഗറിയിലാണ് ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് പെർഫോമൻസ് ഈസ് ഫൈൻ. അടുത്തായിട്ട് നമുക്ക് ഒരു ഫോണിൻ്റെ ക്യാമറയെ പറ്റി സംസാരിക്കാം. ഈ ഒരു ഫോണിൽ നമ്മൾ ലഭിക്കുന്നത് 50 മെഗാ പ്രൈമറി ക്യാമറ, 5 മെഗാ അൾട്രാ വൈഡ്, 2 മെഗാ പ്രഹസനം തന്നിട്ടുണ്ട്. സന്തോഷമായി. അതെ, പിന്നെ സെൽഫിയിലേക്ക് വരണമെങ്കിൽ 12 മെഗാ സെൽഫി ക്യാമറയാണ് കേട്ടോ, പരാജയമാണ്. 12ആണ്. എനിവേ, ഇനി ഫോട്ടോസിനെ പറ്റി സംസാരിക്കാം. സോ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത നല്ല, അതായത് ഒരു ഗുഡ് ലെവൽ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് ഈ ഒരു ഫോണിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ സാച്ചുറേഷൻ ലെവലൊക്കെ ആണെങ്കിൽ ഒരു നാച്ചുറൽ സാച്ചുറേഷൻ ലെവലാണ്. അതായത് സാംസങ് ഈ പറഞ്ഞ ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡുകൾ പോലെ തന്നെ ആ ഒരു രീതിയിലാണ് സാംസങ്ങിൻ്റെ പ്രോസസ്സിങ്. അപ്പം ഒരു പഞ്ചിയർ സെറ്റപ്പ് അല്ല. ചൈനീസ് ഫോൺസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ സാച്ചുറേറ്റഡ് പഞ്ചിയർ ഐ പ്ലീസിങ് സംഭവമൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് അത്രയ്ക്കും ഐ പ്ലീസിങ് അല്ല, ബട്ട് ഒരു നാച്ചുറൽ ടിൻ്റ്, എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ടിൻ്റാണ് അത്. ആ ഒരു രീതിയിൽ ഡേ ലൈറ്റ് ഷോട്ട്സ് എല്ലാം അത്യാവശ്യം നൈസാണ്. ഞാൻ നിങ്ങളെ ഫോട്ടോസ് കാണിക്കുന്നത് നോർമൽ അൾട്രാ വൈഡ് പിന്നെ 50 മെഗാ ആണ്. 50 മെഗാ സൂം ചെയ്താൽ വലിയ കുഴപ്പമില്ല. നോർമൽ അൾട്രാ വൈഡ് ഒക്കെ സൂം ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ കളർ പെയിന്റിങ് പോലെ ഇരിക്കുന്നുണ്ട്. കൂടുതൽ സൂം ചെയ്യാൻ പോകരുത്. കൂടുതൽ സൂം വെച്ചാൽ കുറച്ച് സൂം ചെയ്യുന്നത് തന്നെ ആ ഒരു ഫോട്ടോ ഒരുമാതിരി വല്ലാതായി. മേ ബി ആ പിക്സൽ അത്ര ആയതുകൊണ്ടാവാം. ബട്ട് നമ്മൾ ഒരു ജനറലി ലുക്ക് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. സൂം ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നമുള്ളൂ. 50 മെഗാ ഈസ് ഫൈൻ, കുറച്ചൊക്കെ പ്രശ്നമില്ല. അത് ഷാർപ്ഡ് ആയിട്ടുള്ള മീൻസ് നല്ല ഷാർപ്നെസ് ഒക്കെ ഉള്ള ഫോട്ടോസൊക്കെ കിട്ടും. ബട്ട് ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് ഇൻ ദ പ്രൈസ്, അത് ഞാൻ പറയാം. ഇനി പോർട്രേറ്റ് ഫോട്ടോസും വലിയ കുഴപ്പമില്ലാത്ത പോർട്രേറ്റ് ഫോട്ടോസൊക്കെ കിട്ടും. ഈവൻ ക്ലോസ് ഒബ്ജക്ട്സിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ഫോക്കസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ ഒരു ഷാർപ്നെസ്സും വലിയ കുഴപ്പമൊന്നുമില്ല. കളേഴ്സൊക്കെ ആണെങ്കിലും ഫൈനാണ്, വലിയ ഇഷ്യൂസ് ഒന്നും തോന്നില്ല. ഇനി ഹ്യൂമൻ സബ്ജക്ട് ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ, ഹ്യൂമൻ സബ്ജക്റ്റിൽ പോർട്രേറ്റ് ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ സ്കിൻ ടോൺ ഈസ് ഫൈൻ. ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ്, ബട്ട് സ്കിൻ ടോൺ ഈസ് എനിക്കൊരു ഡീസൻ്റ് ആയിട്ടാണ് തോന്നിയത്. വലിയ കുഴപ്പമില്ല. ഇറ്റ്സ് നോട്ട് വെരി ബാഡ് ആൻഡ് ഒരു അടിപൊളിയല്ല, പക്ഷേ ഇറ്റ്സ് ഫൈൻ സ്കിൻ ടോൺ. പക്ഷേ ഈ പോർട്രേറ്റ് ഫോട്ടോസിൽ ഇച്ചിരി അകലെ നിന്ന് എടുക്കുകയാണെങ്കിൽ എഡ്ജ് ഡിറ്റക്ഷൻ ഇച്ചിരി പരാജയമായിരിക്കും. അതായത് നമ്മൾ ഹ്യൂമൻ ഫോട്ടോസൊക്കെ കുറച്ച് അടുത്തെടുത്താൽ കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള ആ ഒരു ബ്ലറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇതേപോലെ തന്നെ സൂം ചെയ്ത് കഴിയുമ്പോൾ ഒരുമാതിരി വാട്ടർ കളർ പെയിൻറ്റിങ്, അതായത് ഒരു സോഫ്റ്റ്നെസ് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു വല്ലായ്മ തോന്നുന്നുണ്ട് സൂം ചെയ്യുമ്പോൾ. പോർട്രേറ്റിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഡീസല്ല. സാംസങ് ആയതുകൊണ്ട് ക്യാമറ ഗുഡാകും എന്നുള്ളൊരു ചിന്ത ആർക്കും വേണ്ട. കാരണം ഈ ഒരു സാഹചര്യത്തിൽ സാംസങ് ആയിട്ടും പ്രത്യേകിച്ചൊന്നും അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റിയിട്ടില്ല. അതെ, അപ്പോൾ ഇതാണ് ഹ്യൂമൻ പോർട്രേറ്റ്സ് ഫൈൻ. ഇനി നൈറ്റ് ഫോട്ടോസ് നോക്കിയാൽ നൈറ്റ് ഫോട്ടോസ് ഈസ് ഓൾസോ ഓക്കെ ഫൈൻ. ആ സാംസങ്ങിന് പ്രോസസ്സിങ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റ് ഓവർ എക്സ്പോസ്ഡ് ആകാതെ കുറച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൺട്രോൾ ചെയ്തൊക്കെ നിർത്തുന്നുണ്ട്. അതേപോലെ ലൈറ്റ് ഇല്ലാത്ത സമയത്താണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത യൂസബിൾ ഫോട്ടോസ് നമുക്ക് നൈറ്റിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്, വിച്ച് ഈസ് ഫൈൻ. സെൽഫിലേക്ക് വേണം, സെൽഫി ക്യാമറ എനിക്ക് വലിയ നെഗറ്റീവ് തോന്നി. ഈവൻ 12 മെഗാ ആണെങ്കിലും പ്രോസസ്സിങ് എല്ലാം കൂടെ ചേർത്ത് വലിയ കുഴപ്പമില്ലാത്ത സെൽഫി ഫോട്ടോസ് കിട്ടും. ലൈക്ക് ഡീസൻറ്റ് ഗുഡ് സെൽഫി ഫോട്ടോസ് കിട്ടും. വലിയ എക്സ്ട്രീം ഒന്നുമല്ല, ബട്ട് ഡീസൻറ്റ് ഗുഡ് സെൽഫി ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ഇനി വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് പോകണമെങ്കിൽ നമുക്ക് 4K 30 FPS റെയറിൽ കിട്ടുന്നുണ്ട്. സോ ഇതാണ് സാംസങ് ഗാലക്സി M47 എന്നുള്ള റെയർ വീഡിയോ ഫുട്ടേജ്. 4K 30 FPS അത്യാവശ്യം സ്റ്റേബിളായിട്ടാണ് തോന്നുന്നത്. ലൈറ്റ് ബാലൻസിങ് ഒക്കെ ഫൈനാന്ന് തോന്നുന്നു. ആൻഡ് ദ വീഡിയോസ് ആർ ഫൈൻ. സ്റ്റെബിലൈസേഷൻ ഉണ്ട്. എനിക്ക് ഷാർപ്നെസ് ആണല്ലോ, ആ ഒരു ലൈറ്റ് മാനേജ്മെന്റ് എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. സോ വീഡിയോ ഈസ് ഡീസൻറ്റ് ഗുഡ്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് പേഴ്സണലി അങ്ങനെ നെഗറ്റീവ് ഒന്നും പറയാനില്ല. ഇനി സെൽഫി വീഡിയോയിലേക്ക് വരണമെങ്കിൽ 1080p ഉള്ളൂ, 4K ഇല്ല.
സോ ഇതാണ് ഗാലക്സി M47 എന്നുള്ള ഫ്രണ്ട് വീഡിയോ ഫുട്ടേജ്. 1080p 30fps ആണ്. ലൈറ്റ് കൺട്രോളിംഗ് ഒക്കെ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം സ്റ്റേബിളാണ്. വേറൊന്നും എടുത്തു പറഞ്ഞില്ല. സെൽഫി ആണെങ്കിലും ചെറിയ സ്റ്റെബിലൈസേഷൻ ഉണ്ട് കേട്ടോ. സെൽഫിയിലാണെങ്കിലും സ്റ്റെബിലൈസേഷൻ ഉണ്ട്, റെയറിലും സ്റ്റെബിലൈസേഷൻ ഉണ്ട്, വിച്ച് ഈസ് ഗുഡ്. സോ ക്യാമറ ഓവറോൾ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒരു ഡീസൻറ്റ് എന്നേ പറയാനുള്ളൂ. ഇറ്റ്സ് നോട്ട് ഗുഡ്. 26,000 രൂപയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഡ്ജ് 60 ഫ്യൂഷൻ, മോട്ടോറോളയുടെ എഡ്ജ് 70 ഫ്യൂഷൻ, എഡ്ജ് 60 ഫ്യൂഷൻ 30K അബോവ് ആണ്. നത്തിങ് ഫോൺ 4A കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നത് ക്യാമറയുടെ കാര്യത്തിൽ അറ്റ്ലീസ്റ്റ്. പിന്നെ ഒപ്പോ K13 ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആണ്. കുറേ അവിടെ സാച്ചുറേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും, പക്ഷേ എനിക്ക് തോന്നുന്നത് ബെറ്റർ ആണെന്ന് തോന്നുന്നു ഇതിനേലും ബെസ്റ്റ് ക്യാമറ എന്ന്. കാരണം അവിടെ പ്രോസസ്സറോടെ ബെറ്റർ ആണ്, പിന്നെ അവരുടെ പ്രോസസ്സിങ്ങും കുറച്ചുകൂടെ നൈസാണ്. സാംസങ് ആയിട്ടും പ്രത്യേകിച്ച് അങ്ങോട്ട് അവർക്കൊന്നും വലിയ രീതിയിലൊന്നും ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. സോ ഇറ്റ്സ് ആക്ച്വലി ഒരു ഡീസൻറ്റ് ഗുഡ് ലെവൽ ക്യാമറ. ഡീസൻ്റ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വാക്ക്. ഓവറോൾ കാഷ്വൽ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നവരാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ലൈഫ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ ഒരു ഫോട്ടോഗ്രാഫി ലെവലിൽ കുറച്ചുകൂടെ നല്ല കിടിലൻ ക്യാമറ ആണ്, 25,000 ഉള്ളൂ എന്നും പറഞ്ഞ് നിങ്ങൾ ക്യാമറയ്ക്ക് വേണ്ടി പോയി എടുക്കരുത്. ബാക്കി ഫീച്ചേഴ്സ് കൂടെ ഒക്കെ നോക്കിയിട്ട് ക്യാമറ ഒരു ഡീസൻറ്റ് ഗുഡ് ലെവൽ കിട്ടും. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അതാണ് ക്യാമറയുടെ അവസ്ഥ. സോ അടുത്തായിട്ട് നമുക്ക് ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ നോക്കി കഴിഞ്ഞാൽ One UI 8.5 ബേസ്ഡ് ഓൺ Android 16 ആണ്. ഓഫ് കോഴ്സ് സാംസങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 6 വർഷത്തിൻ്റെ മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് എല്ലാം കിട്ടും. ആൻഡ് നോക്ക് സെക്യൂരിറ്റിയുടെ ശക്തിയുണ്ട്. അതെ, അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ഓൾവേസ് ടോപ്പാണ്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ടോപ്പാണ്. ചിപ്സെറ്റ് കുറച്ചുകൂടെ ഒപ്റ്റിമൈസ് ചെയ്ത് എന്ന് വെച്ചാൽ ചിപ്സെറ്റ് കുറച്ചുകൂടെ ബെറ്റർ ആണ്, കുറച്ചുകൂടെ One UI സ്മൂത്ത് ആയിട്ട് ഓടുകയാണ്. ഇഷ്യൂസ് ഒന്നുമില്ല. ഈ കുറേയൊക്കെ താങ്ങി നിൽക്കുന്നത് ഈ സോഫ്റ്റ്വെയർ വെച്ചാട്ടോ. അങ്ങനെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും, വലിയ രീതിയിലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒന്നും ഞാൻ കണ്ടില്ല. അവരുടെ മൈ ഗാലക്സിയും കുറച്ച് സ്നാപ്ചാറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളല്ലാതെ, പിന്നെ ചെറിയ ക്യാൻഡി ക്രഷ് ഗെയിം, ട്രൂ കോളർ അങ്ങനത്തെ ചെറിയ സെറ്റപ്പൊക്കെ അല്ലാതെ വേറെ അങ്ങനെ മേജർ ബ്ലോട്ട് വൈസ് ഒന്നും ഇല്ല. ലൈക്ക് ഒരു 6-9 ബ്ലോട്ട് വൈസ് ഉണ്ടായിരിക്കും. അല്ലാതെ എനിക്ക് അങ്ങനെ മേജർ സോഫ്റ്റ്വെയർ സംഭവം തോന്നില്ല. പിന്നെ ആഡ്സ് അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. പക്ഷെ സാംസങ് ആയതുകൊണ്ട് അമ്മാരുടെ സാംസങ്ങിൻ്റെ സാധനം പരസ്യം കാണിക്കുന്നവർക്കൊരു ഹരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അല്ലാതെ സോഫ്റ്റ്വെയർ ഇസ് ജസ്റ്റ് അടിപൊളിയാണ്. സാംസങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് പോയിൻ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രീമിയം ഡിസൈൻ, ഡിസ്പ്ലേ, പിന്നെ ഉള്ളത് സോഫ്റ്റ്വെയർ, ഇതാണ് 3 ഹൈ പോയിന്റ്സ് ഈ ഫോണിൻ്റെ. അടുത്തൊരു എക്സ്ട്രാ ഫീച്ചേഴ്സിനകത്ത് കരിയർ അഗ്രിഗേഷൻ ഉണ്ട്. സോ 5G നമുക്ക് യൂസ് ചെയ്യാം. കണക്ടിവിറ്റി കോളിംഗ് ഇഷ്യൂ ഒന്നും അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. കോളിംഗ് ഒക്കെ ഫൈൻ ആണ്. Wi-Fi 6 ഉണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്. NFC-യുടെ സപ്പോർട്ടുണ്ട്. ദാറ്റ്സ് എ നോട്ടഡ് പോയിന്റ്. NFC ഉണ്ട്. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, വിദേശത്ത് പോകുന്നവരൊക്കെ NFC ചോദിക്കാറുണ്ട്. സോ ഈ ഫോണിൽ NFC ഉണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നുമില്ല. ഇതൊക്കെ തരേണ്ടതായിരുന്നു. ഇതൊക്കെ എന്നാ പറയേണ്ടത്, ഞാൻ പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോയെന്ന് അറിയാം. 2027 ഇതിനേലും ദുരിതമാണെന്നാണ് ഇപ്പം ന്യൂസൊക്കെ കേൾക്കുന്നത്. സോ എനിക്ക് തന്നെ ഒരു താല്പര്യമില്ല ഇതൊക്കെ എടുത്ത് പറയാൻ. ആലോചിക്കണം. എനിക്കങ്ങനെ ചിരിച്ചോണ്ടാവും ഇത് എങ്ങനെയാ ഇതിനകത്ത്. ഇപ്പം ടിപ്പിക്കൽ ആൾക്കാരെങ്ങനെ ആ ഒരു സാംസങ് ആ ഒരു ബ്രാൻഡിന് ആ ഒരു ഫോൺ ഒരു റിവ്യൂറിനെ തന്നു കഴിഞ്ഞാൽ ദിസ് ഹാസ് 6 Gen 3, ഇതിനകത്ത് അങ്ങനെയാണ്, ഇതിലിങ്ങനെ തേങ്ങയുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ശരി, ആ വീഡിയോയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒരു ടെക് സെറ്റപ്പ് ഒക്കെ ചെയ്തല്ല. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ആ ഒരു കൺസ്യൂമറുടെ കയ്യിലേക്ക് ഇരിക്കുമ്പോൾ എക്സ്പീരിയൻസ് വെച്ച് എനിക്കിത് പറയാനൊന്നുമില്ല. അത് എൻ്റെ ഫ്രാങ്ക് ഒപ്പീനിയനാണ്. ഇതാണ്, നിങ്ങൾക്ക് വിശ്വസിക്കാം, അത്രേ ഉള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. എനിവേ, ഇനി ബാറ്ററിയിലേക്ക് വരണമെങ്കിൽ അവിടെ കുറച്ച് സന്തോഷമുണ്ട്. 6000 mAh ബാറ്ററി, 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ സാംസങ്ങിൻ്റെ കടയിൽ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ സാംസങ്ങിൻ്റെ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യണം, സോൾഡ് സെപ്പറേറ്റ്ലി. അതെ, അതാണ്. ഇനി പ്രൈസിനെ പറ്റി സംസാരിക്കാം. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് 26,000 ആണ്, 25,999. അതിൻ്റെ മേളോട്ടുള്ള വേരിയൻറ്റ് ഞാൻ പറയുന്നില്ല, പോട്ടെ. ലോഞ്ച് ചെയ്ത പ്രൈസ് 23-22 എന്തോ ഈ ഫോൺ ലോഞ്ച് ചെയ്തു. അപ്പം ആ ഒരു പ്രൈസ് ജസ്റ്റ് പീക്ക്. ആ പ്രൈസ് പെർഫെക്റ്റ് ആയിരുന്നു. ഈ ഒരു ഫോണിൻ്റെ ലെവൽ വെച്ച് ഇറ്റ്സ് എ ഫൈൻ പ്രൈസ്. ഇറ്റ്സ് നോട്ട് കഴിഞ്ഞ വർഷത്തെ വെച്ചൊക്കെയാണ് ഈ ഒരു ഫോൺ 18-19 രൂപയ്ക്ക് ഉള്ളതേ ഉള്ളൂ. അതിൽ കൂടുതലോട്ടൊന്നും ഇല്ല. 19 രൂപ, മാക്സിമം 20,000 ഈ ഫോൺ ഉള്ളൂ. ഈ ഒരു ചിപ്സെറ്റിൻ്റെ കേസുകെട്ടൊക്കെ കാരണമാണ് 23 ആ ഒരു പ്രൈസും കുഴപ്പമില്ല, 23. ബട്ട് ഇതിന് ആക്ച്വൽ പ്രൈസ് 26,000 ആണ്. 26-നുള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ 25 ~ 25 റേഞ്ച് കാറ്റഗറിയിൽ ഒരു ഫോൺ നോക്കുന്നവർക്ക് ഈ ഫോൺ എടുക്കാം. കാരണം നിങ്ങൾക്ക് ഇതേ കാണുള്ളൂ എടുക്കാൻ. മോട്ടോറോളയുടെ എഡ്ജ് 60 ഫ്യൂഷൻ, എഡ്ജ് 70 ഫ്യൂഷൻ, എഡ്ജ് 60 ഫ്യൂഷൻ പറ്റുമെങ്കിൽ അത്
പ്രിഫേർഡ് ആണ്. പിന്നെ ഓഫ് കോഴ്സ് സോഫ്റ്റ്വെയർ പ്രീമിയംനെസ്സും ഈ ഡിസ്പ്ലേ ഒക്കെ വെച്ച് ഞാൻ കുറച്ചൊക്കെ ഇത് സജസ്റ്റ് ചെയ്യും. അത് ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ്, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദിസ് ഈസ് ദ ബെസ്റ്റ്. അതെ, എനിക്കറിയാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്നുണ്ട്, ഇവൻ എന്താ വയ്യെന്നൊക്കെ തോന്നാം, പക്ഷേ ഇതാണ് അവസ്ഥ. ഇനി വേറൊരു കോമഡി എന്ന് വെച്ചാൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിട്ട് കൃത്യം 8ാമത്തെ ദിവസം ഈ ഒരു ഫോണിൻ്റെ വില 32,000 രൂപയായിരുന്നു. അപ്പോൾ അത് ഭയങ്കര കോൺട്രവേഴ്സി ആയി, ഭയങ്കര ട്വിറ്ററിലൊക്കെ ഭയങ്കര ഡിസ്കഷനൊക്കെ ആയി. എന്നെ നിർത്തില്ല, പിന്നെ അവന്മാർ പെട്ടെന്ന് പ്രൈസ് താത്തി 26 കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് വയ്യായ്മ വരുന്നുണ്ട്, അത് നോട്ട് ചെയ്യുക. 32,000 മേടിച്ചേക്കരുത്. അതിലും ഭേദം നിങ്ങൾ ആ നത്തിങ്ങിൻ്റെ 4B പോയി മേടിക്കുന്ന. അത് 32,000 എന്നെ അതിലും ഒന്നുമില്ല, അത് ഞാൻ എഴുതി ഒപ്പിട്ട് വന്നേക്കാം. ഇല്ല, M56 ഉണ്ട് 25,000, അത് കുറച്ചുകൂടെ ഭേദമാണ്. ആക്ച്വലി കുറേ കാര്യത്തിൽ M56 ഭേദമായിരിക്കാം, കാരണം അവരുടെ ചിപ്സെറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ക്യാമറ എനിക്ക് തോന്നുന്നത് അതിനായിരിക്കും ബെറ്റർ എന്നാണ്. ഇതിനങ്ങനെ എടുത്തു പറയാനായിട്ട് ഒന്നും തോന്നുന്നില്ല. അത് വേറൊരു സജഷനാണ്. സാംസങ് തന്നെ വേണം എങ്കിൽ ഇതും എടുക്കാം, M56 നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം, റിവ്യൂസൊക്കെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ വേറെ കൺക്ലൂഷൻ വേറൊന്നും പറയാനില്ല. 25,000 നിലവിലെ അവസ്ഥയിൽ ഇതൊക്കെ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നൊരു ഓപ്ഷനാണ്. പിന്നെ ആസ് എ ഫോൺ ഇറ്റ്സ് എ ഡീസൻറ്റ് ഗുഡ് ഫോൺ. ഓവറോൾ ഒരു ഡീസൻറ്റ് ഗുഡ് ഫോണാണ്. ഗുഡ് ഫോൺ, ഒരു അടിപൊളി കണ്ണ് തള്ളിപ്പിക്കുന്ന സെറ്റപ്പ് ഒന്നും എനിക്ക് പറയാനായിട്ടില്ല. അപ്പം ഈ ഒരു റിവ്യൂ കൊണ്ട് ഏറെക്കുറെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായല്ലേ, കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുകയാണെങ്കിൽ ഐ എം സോറി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും